മാം ഇപ്പം നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വന്നു. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും എൻ്റെ കുഞ്ഞുനാൾ മൂലയും അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും അവരുടെ ഒരു കുഞ്ഞുനാൾ മൂലം കേട്ട് ഒരു റോൾ മോഡലാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്നത്. അത് നമ്മുടെ സത്യൻ മാസ്റ്റർ ശരിക്കും പറഞ്ഞാൽ അത് നല്ലതായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് പോലെ ആ ക്യാരക്ടർ ശരിക്കും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് ഈ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നീതിന്യായവും ഏറ്റവും കൂടുതൽ അദ്ദേഹം ബേസിക്കലി ഒരു കള്ളനായിരുന്നെങ്കിൽ പോലും നല്ലതിന് വേണ്ടി ചെയ്ത ഒരു കള്ളനായിട്ടാണ് ഞങ്ങൾക്ക് നല്ല കള്ളനാണ്, നല്ലതിന് വേണ്ടി മാത്രം അദ്ദേഹം ആകേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ അവിടുന്ന് ഒരു വ്യക്തി വരുമ്പോൾ ഞാൻ ശരിക്കും മാമിനെ വിചാരിച്ചു ഭയങ്കരമായിട്ട് സ്മാർട്ടായിട്ട് അടിപൊളി ഇങ്ങനെ ചട്ടപ്പടയെന്നൊക്കെ ഓടി വരുന്ന ഒരു മാം ആയിരിക്കും എന്ന് വിചാരിച്ചു. മാം ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ, ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു എളിമയോ പാവോ എന്തൊക്കെ പറഞ്ഞാ വരുന്നത്. അല്ല മാം ബേസ് ക്യാരക്ടർ അങ്ങനെയാണോ? പൊളിറ്റീഷ്യൻ ആണല്ലോ, സോഷ്യൽ വർക്കർ ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാതെ നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കണം. ബേസിക്കലി പാവൊന്നുമല്ല. പാവാൻ നോക്കിയല്ലേ പൊളിറ്റിക്സില്? പാവമാകാൻ പറ്റില്ല, എന്നാ പാവപ്പെട്ടവരോട് പാവ, കൊച്ചുണ്ണിയെ പോലെ തന്നെയാണ്. പാവപ്പെട്ടവരോട് പാവം, അല്ലാത്തവരോട് അതേപോലെ കരുണയില്ല. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ലോസും എല്ലാം മാമിന് നല്ല വശം ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ അതിൻ്റെതായ പോർഷൻസ് ഒക്കെ നോക്കിയായിരിക്കല്ലേ മാം ഓരോ കാര്യങ്ങൾ സോൾവ് ചെയ്ത് പോകുന്നത്? അത് ഒത്തിരി സഹായമാണ്. അഡ്വക്കേറ്റ് ആയിരുന്നത് സഹായം. പക്ഷെ അതൊന്നും നോക്കിയൊന്നുമല്ല. നമ്മൾ ഈ സമൂഹം പോകുമ്പം ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ്, ഇപ്പോൾ ഒത്തിരി ഇഷ്യൂസ് ആണല്ലോ, പഴയ പൊളിറ്റിക്സ് അല്ല, പഴയ സോഷ്യൽ വർക്കുകൾ, സിനിമ പോലും പഴയതല്ല. അപ്പോൾ എല്ലാം മാറ്റമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ലോ വെച്ചിട്ടല്ല, കാര്യങ്ങൾ അത്യാവശ്യം നോക്കും. ആൾക്കാരോട് പറയാൻ സത്യസന്ധമായിട്ട് വർത്താനം പറയാറുണ്ട്. അല്ലാതെ ഒന്നും ഒരു ആർട്ടിഫിഷ്യലായിട്ടൊന്നും എനിക്ക് ഇപ്പോൾ ഈ നിമിഷം വരെ പറ്റാറില്ല. അപ്പോൾ അത് മാറരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ MLA ആയി അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായ അയാളും മാറുകയല്ല. നമുക്ക് പറഞ്ഞ പോലെ ഈ സ്വഭാവത്തിനപ്പം മിതത്വമൊക്കെ ചിലപ്പം വന്നിരിക്കും. കാരണം സൊസൈറ്റി ആസ് എ ഹോൾ നമ്മൾ നോക്കുകയാണ്. ഇപ്പം ഞാൻ ഒരു ഉദ്യോഗസ്ഥയാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മളിലേക്ക് വരാം. ഇതിപ്പോൾ നമ്മളൊരു സൊസൈറ്റിയെ നോക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ആകുമ്പം ഈ പറഞ്ഞ പോലെ എന്താ, എല്ലാവരെയും ശ്രദ്ധിക്കും, അത്യാവശ്യം എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കും. പിന്നെ പലരുടെയും സൈക്കോളജി, ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും ആറ്റിറ്റ്യൂഡ് അറിയാൻ പറ്റും മനുഷ്യരുടെയൊക്കെ. അതൊരു ഭയങ്കര പക്ഷെ ശരിക്കും എനിക്ക് എൻ്റെ ഒരു സംശയം എൻ്റെ ഒരു സംശയം ഞാൻ മാമിനോട് ചോദിക്കുക. ഇപ്പം ഒരു അഡ്വക്കേറ്റ് ആയാലും ഒരു ഡോക്ടർ ആയാലും ഒരു എഞ്ചിനീയർ ആയാലും ഏതായിക്കോട്ടെ, അതായി കഴിഞ്ഞാൽ ബീങ് എ വിമൻ നമ്മുടെ അച്ഛനമ്മമാരും ഒക്കെ നമ്മളോട് പറയും ഓക്കെ യു സ്റ്റേ വിത്ത് ദാറ്റ്, വേറെ ഒന്നും വേണ്ട, ഇറ്റ്സ് ഓക്കെ. പക്ഷെ മാമിന് പൊളിറ്റീഷ്യൻ ആവാൻ വേണ്ടിയിട്ട്, അതായത് പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും മാമിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത്? അത് ഞാൻ LLB പഠിക്കുന്ന സമയത്ത് അന്ന് വിമൺ റിസർവേഷനൊന്നും ഇത്രയ്ക്കില്ല. അപ്പോൾ അന്ന് കാൻഡിഡേറ്റ് ജയിക്കുന്നവരെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ്, LLB ഫസ്റ്റ് ഇയറാണ്. അപ്പോൾ ആ വാർഡ് ജയിക്കാൻ ഒരു കാൻഡിഡേറ്റിനെ നോക്കി പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്നാണ് എന്നെ പൊക്കിക്കൊണ്ട് വരുന്നത്. അങ്ങനെ അന്ന് വിളിച്ചു വന്നു. പിന്നെ ഞാൻ സ്ട്രോങ് പൊളിറ്റിക്സിലേക്ക് അങ്ങ് വരുമായിരുന്നു. 2002 സ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ LLB കഴിഞ്ഞു. ആ ടൈമിൽ തന്നെ 5 ഇയർ പഞ്ചായത്ത് മെമ്പറായി. പിന്നെ വന്ന ഇലക്ഷനിൽ അവിടെ തന്നെ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡൻ്റായി. പിന്നെ വന്ന ഇലക്ഷനിൽ അവിടെ തന്നെ മത്സരിച്ചു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി. പിന്നെ അടുത്ത 4 തിരഞ്ഞെടുപ്പ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അത് പക്ഷേ എല്ലാം താഴെ തട്ടി നിന്നുള്ള തിരഞ്ഞെടുപ്പുകളാണ്. അപ്പോൾ അത് എനിക്ക് തന്നെ ഇഷ്ടമായി വന്നതാ. ആദ്യം ഞാൻ വന്നപ്പോൾ എൻ്റെ വിചാരം ഞാൻ പ്രാക്ടീസിങ് ലോയറായിട്ട് പോകുന്നത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഇതിലേക്കാണെന്ന് തോന്നുന്നു, ഇഷ്ടമാണ്. അപ്പം ഒരു പൊളിറ്റിക്കൽ വർക്കർ അല്ല, പൊളിറ്റിക്കൽ സോഷ്യൽ വർക്കർ ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ക പൊളിറ്റീഷ്യൻ അല്ല. ഓക്കെ. അപ്പൊ ശരിക്കും ഈ പറഞ്ഞ പോലെ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് മാം ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയത്. അപ്പൊ എനിക്കൊന്ന് ഓരോ ഘട്ടത്തിലും നമ്മൾ വോട്ടിംഗ് വരുമ്പോഴും ആൾക്കാർ ജയിപ്പിച്ച് വിടുന്നതും എല്ലാം എനിക്കൊന്ന് മാമിന്റെ ഓരോ പ്രവൃത്തി കൊണ്ടായിരിക്കും. നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നതും ഒരു ലീഡറിനെ ചൂസ് ചെയ്യുന്നതും എത്ര ആയാലും അവർ നമുക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോഴായിരിക്കുമല്ലോ. ശരിക്കും മാം ഫസ്റ്റ് അവർക്ക് വേണ്ടി ചെയ്തതും എന്താണ് ഏറ്റവും കൂടുതൽ ഇനിയും അവർക്ക് വേണ്ടി ചെയ്യണം, എന്തൊക്കെയാണ് മാമിന് ഇതിനകത്ത് മൈനസ് തോന്നിയത് എന്തൊക്കെയാണ്? ഞാൻ ആനീസ് കിച്ചണിൽ തന്നെ ഞാൻ കണ്ടൊരു കാര്യം ഞാൻ പറയാം. ഞാൻ റീസെൻ്റ് ആയിട്ട് കണ്ടതാണ്. നിങ്ങളിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ കണ്ടു, ഇപ്പോഴും കേരളത്തിൽ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള പബ്ലിക് ടോയ്ലറ്റ് ഇല്ല എന്നൊരു ഇഷ്യൂ പറയുന്നത് ഞാൻ കേട്ടു. കറക്റ്റ് ആണത്. ഞാൻ MLA വന്ന സമയത്ത് എന്നോട് ആദ്യം തന്നെ മീഡിയ ഇൻ്റർവ്യൂസ് ഒക്കെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് ആ ഒരു ആഗ്രഹം, എൻ്റെ മണ്ഡലത്തിലെ സ്ത്രീകൾ സേഫ് ആയിരിക്കണം. എൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ സ്ത്രീകൾ സേഫ് ആയിരിക്കണം. അപ്പം സേഫ് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിക്കാണ് ഞാൻ ശ്രമിക്കുന്നത്.
എനിക്കിപ്പോഴും തോന്നാറുണ്ട് ഒരു 6 കിലോമീറ്ററിനകത്ത് ശരിക്കും വൃത്തിയും വെടുപ്പുമുള്ള ഒരു യൂറിനൽ സംവിധാനം മിനിമം, അതാണ് ഏറ്റവും ആവശ്യം. അവിടുന്ന് നമ്മൾ തുടങ്ങേണ്ടത്. ഞാൻ ഇതിൽ കണ്ടതാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഇത് തന്നെയാണല്ലോ എപ്പോഴും ചിന്തിക്കാറുള്ളത്. ഇപ്പോഴും എനിക്ക് അത് പൂർണ്ണമായിട്ടില്ല എന്നുള്ള വിഷമം എനിക്കുണ്ട്. പിന്നെ ഞാൻ പെട്രോൾ പമ്പുകാരോടൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ പലരും ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് തന്നെ ഇനി കുറേ അധികം ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും നാഷണൽ ഹൈവേ വൈഡൻ ആവാൻ പോകുന്നു, അത് വൈഡ് ചെയ്യാനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സൊസൈറ്റി നമ്മൾ കഴിയാണ്. പക്ഷെ ബേസിക് നീഡ് ഇതല്ലേ, നമ്മളൊക്കെ യാത്ര ചെയ്യും, പിന്നെ നീറ്റ് ആയിരിക്കണ്ടേ. സ്ത്രീകൾക്ക് എപ്പോഴും ഒരു ഹൈജീനിക് ആയിട്ടുള്ള അത് ചെയ്യണം. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാം വിമന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പൊരുതുന്നത് അല്ലേ? അപ്പൊ ശരിക്കും ഞാൻ ഒരു ബീങ് എ വിമൻ, ഒരു അമ്മയാണ്, എല്ലാമാണ്, ഒരു വീട്ടമ്മയാണ് ഒക്കെ. അത് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം മാമിനോട് പറയട്ടെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ഹോൾ ഇന്ത്യ എടുക്കുവാണെങ്കിൽ തന്നെ സ്ത്രീ ഒരിക്കലും ഒരു സേഫ് അല്ല. ഒത്തിരി അബ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്, കുട്ടികൾ അടക്കം. ഈ പറഞ്ഞ കുഞ്ഞെന്നില്ല, വലുതെന്നില്ല, വയസ്സെന്നില്ല, അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അവരെങ്ങനെ സേഫ് ആക്കാൻ പറ്റും? ഈവൻ മാം ഇത്രയും വിമന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ആവശ്യം പറയുക. തീർച്ചയായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഒരു കരുത്ത് തിരിച്ചറിയണം. സ്ത്രീക്ക് ഭയങ്കര, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കുട്ടികളോട് ചോദിക്കും സ്ത്രീ ആയത് ഇഷ്ടമാണോ? കോളേജിലൊക്കെ ചെന്നാൽ ഞാൻ ആദ്യം പെൺകുട്ടികളോട് ചോദിക്കും നിങ്ങൾക്ക് പെൺകുട്ടി ആയത് ഇഷ്ടമാണോ? അപ്പം അതിൽ ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 85 പേരെ കൈ ഉയർത്താറുള്ളൂ. അപ്പം ഞാൻ കൈ ഉയർത്താത്തവരോട് ചോദിക്കും, വിളിക്കും, എന്താന്ന് ചോദിക്കും, പറയും നമ്മൾ സേഫ് അല്ല, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അമ്മയും ചോദിക്കും, അച്ഛനും ചോദിക്കും എവിടെയാണെന്ന്. അത് ഈവൻ MLA ആണെങ്കിൽ കൂടി ഞാൻ ഇറങ്ങുമ്പോഴും ഇപ്പം കൂടി ചോദിക്കാറുണ്ട്. അവിടെയാണ് ഇപ്പോൾ പുരുഷനാണ് ചോദിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സൊസൈറ്റി ജീവിക്കുമ്പോൾ പലർക്കും പെണ്ണാവേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ. അതാണ് ആദ്യം മാറേണ്ടത്. ഇപ്പോൾ പറഞ്ഞല്ലോ, അമ്മയാണ്, അല്ലെ സിസ്റ്ററാണ്, വൈഫാണ്, എല്ലാം ആണ് അല്ലേ. സ്ത്രീക്ക് മാത്രമേ ഇതാവാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മളായതിന് സന്തോഷിക്കണം. പിന്നെ പരസ്പരം സ്നേഹിക്കണം. സ്ത്രീകൾ തമ്മിൽ അതില്ല, അത് കുറവാണ് നമ്മുടെ സൊസൈറ്റിയിൽ. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് തമ്മിലാണ് കൂടുതൽ അടുപ്പം വരുന്നത്. ഇപ്പോൾ ഒരു പുരുഷൻ വന്നിട്ട് ഒരു വിഷമം വരുമ്പോൾ നമ്മളെ വന്ന് ഒരു മെയിലായിട്ടുള്ള ഒരാൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യണം എന്ന ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നമ്മളെ കൂടെ നിൽക്കുന്നവർ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. സ്ത്രീകളിൽ ഒന്ന് കരഞ്ഞാൽ അവരുടെ കണ്ണുനീര് ആദ്യം തുടയ്ക്കേണ്ട കൂടെ നിൽക്കുന്ന സ്ത്രീയാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഈ വിമൺ എംപവർമെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് പെരിഫറലാണ്. ഈയിടെ ആരാണ്ട് പറഞ്ഞു പൊരിച്ച മീൻ കിട്ടാതെ എനിക്ക് ഞാൻ ഫെമിനിസ്റ്റായി. ഒരിക്കലുമല്ല, പൊരിച്ച മീനൊന്നും അല്ല ഫെമിനിസത്തിൻ്റെ സിമ്പിൾ. ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. അതല്ല, കൂടെ നിൽക്കുന്ന സ്ത്രീയെ നമ്മളോടൊപ്പം ആക്കാൻ നമ്മൾ നടത്തുന്ന പരിശ്രമമാണ്. നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ വേണ്ട, നമ്മൾ ആസ് എ ഹോൾ, ഇപ്പം എൻ്റെ ഇഷ്യൂ നമ്മുടെ രണ്ടുപേരുടെ ഇഷ്യൂ സെയിം ആണെന്ന് കരുതി. യൂറോപ്പിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഇഷ്യൂവും അവർ വിഡോ ആണെങ്കിൽ ഈ നാട്ടിലെ വിഡോയുടെ തന്നെ ഇഷ്യൂ അല്ലേ. സോഷ്യൽ സ്റ്റാറ്റസ് വ്യത്യാസമായിരിക്കും. അപ്പൊ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, സ്ത്രീയെ തിരിച്ചറിയുന്ന ഒരു നല്ല സമൂഹം. ഓക്കെ, അത് മാം വിചാരിച്ചാൽ അത് എത്രത്തോളം നമ്മൾ ശരിയാക്കാൻ പറ്റും മാമിന്? ഞാൻ ശരിക്കും ക്യാമ്പയിൻ നടത്താറുണ്ട് അതിന് വേണ്ടി. കോളേജ് കുട്ടികളോട് പറയാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുറെ കൂടി അവർ സ്മാർട്ടാട്ടോ അത്തരം കാര്യത്തിൽ. അവർ നല്ല തൻ്റെ ഇടം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ. അതായിരിക്കുമല്ലോ പുതിയ പുതിയ ക്യാമ്പയിനുകളൊക്കെ ഉയർന്നു വരുന്നുണ്ടല്ലോ ഇപ്പൊ സമൂഹത്തിൽ. തൻ്റെ ഇടം ഉണ്ട്. പക്ഷെ ആ തൻ്റെ ഇടം ഒരിക്കലും പുരുഷനെ ഇല്ലായ്മ ചെയ്യാനാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് വേണ്ട. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുരുഷന്റെ മുന്നേ ഒന്നും പോകണ്ട, പക്ഷെ പുറകെ പോകാൻ ഇഷ്ടമില്ല, ഒപ്പം പോകണം. ഈക്വാലിറ്റി വേണം, ഒപ്പം നമുക്ക് പോകണം. നമ്മളെ മാറ്റി നിർത്താൻ പാടില്ല. പക്ഷെ വലിയ വിവേചനം ഇന്നും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് കേട്ടോ, വലിയ വിവേചനം. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഒരു എന്താ പറയണ, പലപ്പോഴും നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ നടക്കുന്നതെന്ന് അറിയാമല്ല. അമ്മയെ തല്ലിയാലും പറയും രണ്ടഭിപ്രായം എന്നാ ഞങ്ങളൊക്കെ പറയുന്നത്. പണ്ട് അമ്മയെ തല്ലരുതെന്നാ പറയുന്നത്. നമുക്ക് ജന്മം തന്നൊരു മാതാവിനെ ആർക്കും ഉപദ്രവിക്കാൻ ഇപ്പൊ അമ്മമാരെ അടിക്കത്തില്ലേ, അമ്മമാരെ കൊണ്ട് വെളിയിൽ കളയത്തില്ലേ, അപ്പൊ അതാണ് ബേസിക് ഇഷ്യൂ. നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയില്ല, നമ്മളെ ആരാ ഗൈഡ് ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ സ്വയം നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ നോക്കിയാൽ മാത്രം മതി. ഇപ്പൊ തന്നെ ഒരു ഓഷോയുടെ ഒരു സ്റ്റോറിയിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മനുഷ്യനെ പേടിച്ച് ദൈവം ഓടി നടന്നിട്ടേ ലാസ്റ്റ് ദൈവത്തിന് ഒളിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തിയത് ദൈവം മനുഷ്യന്റെ ഉള്ളിലിരിക്കാൻ പറഞ്ഞില്ലേ. അപ്പം മനുഷ്യൻ ഒരിക്കലും മനുഷ്യന്റെ ഉള്ളിൽ തിരയില്ല, അതുകൊണ്ട് ദൈവം അവിടെ സേഫ് ആയിരിക്കും. സത്യം, അതാണ് ഇപ്പൊ ഈ കാലഘട്ടം. അത് പറയുന്നത് വളരെ കറക്റ്റ് ആണ്. ഈ കാലഘട്ടം അതാണെന്ന് തോന്നാറില്ലേ? ഡെഫിനറ്റ്ലി. നമുക്ക് നമ്മളെ മനസ്സിലാവുന്നില്ല. ഇന്ന് ചാനലിൽ ഒരു വാർത്ത കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതാ ശരി, നാളെ കാണുമ്പോൾ അതെ. ഇപ്പം നമ്പിനാരായണ സാറിന്റെ കേസ് വന്നപ്പോൾ മനസ്സിലായില്ല ഇതൊക്കെ എത്രത്തോളം ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ചർച്ചകളാണ് പലപ്പോഴും വന്നത്. അപ്പം ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്തൊരു സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീകളാണ്.
കറക്റ്റ്. അവർ തിരിച്ചറിയണം ഞാൻ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ മതി. മറ്റൊരാൾ എന്നെ വന്ന് ആശ്വസിപ്പിക്കുമെന്നോ എന്നെ എംപവർ ചെയ്യുമെന്നോ കരുതരുത്. സെൽഫ് എംപവർമെൻ്റ് ആണ് ആദ്യം വേണ്ടത്. അതിന് നമ്മൾ പഠിക്കണം, നമുക്ക് എഡ്യൂക്കേഷൻ വേണം, നമ്മൾ അത്യാവശ്യം നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് വേണം. എന്ന് വെച്ചാൽ എല്ലാം പഠിക്കണമെന്നൊന്നുമില്ല, ജനറൽ അവയർനെസ് വേണം, തൻ്റെ ഇടം വേണം, പിന്നെ മറ്റുള്ളവരെ റെസ്പെക്റ്റും ചെയ്യണം. ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്. അല്ലാതെ എല്ലാവരും ഡോം എൻ്റെ ഒരു പോളിസി ആട്ടോ ഞാൻ ഈ പറഞ്ഞു. ഞാൻ ഇങ്ങനെ തന്നെയാണ്, എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും എൻ്റെ വർക്കും എല്ലാം ഇങ്ങനെ തന്നെയാണ്. അത് ഞാൻ പറയാറുണ്ട്. ഇപ്പം വീട്ടിലാണെങ്കിൽ തന്നെ പുരുഷനും കൂടി ഒപ്പം നിൽക്കുമ്പോൾ ഉള്ളൊരു വീടാണ് എപ്പോഴും അടുത്തും ചിട്ടയൊക്കെ വരുന്നത്. പക്ഷെ അതല്ലാത്ത വീടുകൾ അതിൻ്റെതായ വിഷമങ്ങൾ ഉണ്ടാവും. ഇപ്പം മദ്യപാനിയായിട്ടുള്ള പുരുഷനാണെങ്കിൽ ആ സ്ത്രീ എന്തുമാത്രം സാക്രിഫൈസ് ചെയ്യാറുണ്ട് അല്ലേ സൊസൈറ്റി. അപ്പം അയാളും നന്നാവണം, ഇവരും വ്യത്യസ്തമാവണം. പരസ്പര സഹായമാണ് വേണ്ടത്. അതുപോലെ സ്ത്രീകൾ പരസ്പരം ഐഡൻറ്റിഫൈ ചെയ്യണം, അവർ പരസ്പരം നല്ല സ്നേഹമായിരിക്കണം. ഇപ്പം തന്നെ ഒരു ഇഷ്യൂ വരുമ്പം 10 സ്ത്രീകൾ ഒരു വിഭാഗം നിൽക്കും, 50 സ്ത്രീകൾ മാറി നിന്നിട്ട് അവർക്കെതിരെ തന്നെ പറയും. അതൊരു വലിയ തലവേദനയാണ് നമ്മുടെ തെറ്റിയെന്നവരെ പറയണം. തെറ്റിയെന്നവരെ തെറ്റ്. ഇപ്പം ഞാൻ പറയാം, ഒരു സ്ത്രീക്ക് ഒരു അബദ്ധം പറ്റി, ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് അവർ വിധേയായി, എല്ലാവരും കൂടി മാറി നിന്നിട്ട് പറയാം അവളുടെ കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് അവരെ ബ്ലെയിം ചെയ്യും. പക്ഷെ നിനക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയോ, ഇനി പറ്റാതെ നോക്കണം, നന്നായി നമ്മുടെ കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞൊന്ന് ചേർത്ത് പിടിച്ചാൽ ചിലപ്പോൾ ആ ഒരു ഒറ്റ വാക്ക് മതിയാവും, അവർ കറക്റ്റാവും, അവരുടെ വിഷമങ്ങൾ പോകും. പക്ഷെ അതല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. മാക്സിമം അവരെ ഹേർട്ട് ചെയ്ത് ഇഷ്യൂ വലുതായി ചിലപ്പോൾ സൂയിസൈഡിലേക്ക് വരെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പം ഞാൻ അടിവരയിട്ട് പറയുന്നതാണ്, ഫസ്റ്റ് സ്ത്രീ തന്നെയാണ് സ്ത്രീയെ മനസ്സിലാക്കേണ്ടത്. സ്ത്രീയുടെ സപ്പോർട്ടാണ് സ്ത്രീക്ക് വേണ്ടത്. പിന്നെ പുരുഷനേക്കാൾ മുകളിലേക്ക് പോകാനല്ല, പുരുഷൻ്റെ ഒപ്പം പോകാനായിട്ട് ഈക്വൽ നമ്മൾ ആഗ്രഹിക്കണം. പിന്നെ നമ്മുടെ ഒരു ബർത്തില്ലേ, നമ്മുടെ ജന്മത്തെ നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യണം. സത്യം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ധൈര്യം ഉണ്ടാവും. അത് കറക്റ്റാണ്. ഇതാണ്. അല്ല, ഇതിൽ കുറെയൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, സെൽഫ് ബോൾഡ് ആവാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ. പക്ഷെ മാം, ഇതൊക്കെ എത്രമാത്രം നമുക്ക് പ്രാക്ടിക്കൽ ആവും? ഇപ്പം നമുക്ക് പറയാം, പക്ഷെ അതൊന്ന് പ്രാക്ടിക്കലാക്കി എടുക്കണമെങ്കിൽ എന്ത് പ്രയാസമാണെന്നറിയോ? നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം, പക്ഷെ വെളിയിൽ അനുഭവിക്കുന്ന ആൾക്കാരുടെ പ്രയാസം പറഞ്ഞാൽ പറ്റുകയില്ല. അവർക്ക് ആ ബോൾഡ്നെസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് ശരിക്കും എന്നതേലുമൊക്കെ ചെയ്തേ ഒക്കത്തുള്ളൂ. ഇപ്പം ഞാൻ പറയാം, കുട്ടികൾക്ക് ഇത്രയും അബ്യൂസ്ഡ് ആവുന്നത് തന്നെ അതിനെതിരെ ഒരു ലോ വരികയോ അല്ലെങ്കിൽ വെളി രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ എന്നതേലും ഒരു ശിക്ഷ കൊണ്ടുവന്ന് അത് കണ്ടാൽ മാത്രമേ മറ്റൊരാൾക്ക് അതൊരു പേടി ഉണ്ടാവുള്ളൂ. അയ്യോ, എൻ്റെ വിധി നാളെ ഇതാണ്, അപ്പോൾ ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ്. ആ ഒരു ഭയം വരാത്തടത്തോളം കാലം എന്താവും. കാര്യം നമുക്ക് ഈവൻ ലീഡേഴ്സിൻ്റെ നിന്നും ഒക്കെ നമുക്ക് പ്രതീക്ഷകൾ ഒരുപാട് കിട്ടുന്നുണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രയാസം. നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു മോട്ടിവേഷൻ വരുമല്ലോ, അത്രേ ഉള്ളൂ. അത് വരുന്നുണ്ട് ഞാൻ കുട്ടികളോട്. പിന്നെ ഞാൻ പറയും, എല്ലാവരും ഇപ്പം പഴയ കാലത്തെ പ്രണയമൊന്നും അല്ല ഇപ്പോഴേ. അപ്പം അതും ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ ഒന്ന് ഈയിടെ കേട്ടു പ്രണയിച്ചു കൊണ്ടുപോയി വൃക്ക എടുത്തോണ്ട് പോയെന്ന്, കിഡ്നി എടുത്തോണ്ട് പോയത്. അപ്പം പണ്ട് പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോയി ജീവിക്കാന്ന്. ഇപ്പം പക്ഷെ അതിനും ഒരു പർപ്പസ് വരുമ്പോൾ ഞാൻ പറയും, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, കറക്റ്റ് ഏതാന്ന് അറിയാൻ പറ്റില്ല. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് അറിയുന്ന സാധനമാണ് അല്ലേ? അതെ. എന്താണ് ഗുഡ്, എന്താണ് ബാഡ്. ഇപ്പം സോളമന്റെ തേനീച്ചകൾ എന്ന് പറഞ്ഞൊരു ബുക്കിൽ നമ്മുടെ ജസ്റ്റിസ് KT തോമസ് സാർ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ഇരിക്കുന്നൊരു പൂക്കൾ, 2 തരം പൂവിരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഒറിജിനൽ പൂവെന്ന് സോളമൻ രാജാവും രാജ്ഞിയായിട്ടുള്ള ഒരു തർക്കം പറയുന്നുണ്ടല്ലോ അതിൽ. അപ്പോൾ അദ്ദേഹം അത് എഴുതി വെച്ചിട്ടുണ്ട്. ഒറിജിനൽ ഫ്ലവർ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല ബുദ്ധിയുള്ള രാജാവായിരുന്നുകൊണ്ട് മനസ്സിലായി തേനീച്ച ഇങ്ങനെ വട്ടുവിട്ട് പറക്കുന്നതാണ് ഒറിജിനൽ ഫ്ലവർ. അതാ എഡ്യൂക്കേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാ ഞാനും വിശ്വസിക്കുന്നത്. നമുക്ക് ചുറ്റുപാടുള്ള നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതല്ല, നമ്മൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അത് കറക്റ്റായിട്ടുള്ള പെൺകുട്ടികൾക്ക് അങ്ങനെ എത്ര പേര് ഇപ്പം തന്നെ ട്രിവാൻഡ്രത്ത് തന്നെ ഹരിത അങ്ങനെയൊക്കെയുള്ള IAS കേഡറിലുള്ളവരുണ്ട്. പക്ഷെ അവരെ അറിയാൻ പോലും നമ്മുടെ സൊസൈറ്റി പറ്റുന്നില്ല. ഞാൻ പറയാം, ഹരിതയേക്കാൾ കൂടുതൽ സരിത അറിഞ്ഞ നാടാ ഇതെന്ന് പറയാറുണ്ട്. സോളാർ വിവാദം വന്നുകൊണ്ട് ആ ഒരു ലേഡിയെ ഭയങ്കരമായിട്ട് അറിഞ്ഞു. എന്നാൽ ഹരിത എന്ന് പറഞ്ഞ ഹരിത കുമാർ IAS എടുത്തൊന്നും ചർച്ചയെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതും സൊസൈറ്റി തന്നെ മാറണം, നമ്മൾ ശ്രമിച്ചാൽ മതി. ശരിയാ, അത് സത്യം. നമ്മൾ ഒരാളെ ശ്രമിച്ചാൽ അത് ഒരാൾ പോയി ബാഡ് ന്യൂസ് അല്ലേ കൂടുതൽ പുറത്തേക്ക് വരുന്നത്. നല്ല വാർത്തകളെക്കാൾ ഉപരിയായിട്ട് ഏറ്റവും ചീത്ത വാർത്തകൾ എന്തുകൊണ്ടാണ് അത് വരുന്നത്? അതിന് ആൾക്കാരുള്ളതുകൊണ്ടാണ്. അപ്പൊ ആരാ മാറേണ്ടത്? നമ്മൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു മാമിനോട് വർത്താനം പറഞ്ഞ് ഏതാണ്ട് സീരിയസ് ഒക്കെ വലിയ കാര്യങ്ങളാ ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നത്. നമ്മൾ കൊച്ചു വർത്താനങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ വലിയ വർത്താനം ചോദിച്ചാൽ എന്നാന്നറിയോ, ഇപ്പൊ നമുക്ക് ഒരാളെ നമ്മുടെ ഒരു ഡയസിൽ കിട്ടുമ്പോൾ ഇത് എന്നെ മാത്രം വരുന്ന ചോദ്യമല്ല മാം. എത്രയോ സ്ത്രീകൾ എന്റെ ബാക്കിൽ നിന്ന് അവർ ആഗ്രഹിക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ എനിക്ക് മുന്നിൽ കിട്ടുമ്പോൾ അവരിൽ കൂടി ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അവർക്കൊരു ആശ്വാസമാവോ അല്ലെങ്കിൽ മാം നേരത്തെ പറഞ്ഞൊരു മോട്ടിവേഷൻ ഉണ്ടാവോ ചെയ്ത
എന്നാൽ ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്.